സ്വാഗതം. നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം. ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചിരിച്ചുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന ചിരിക്കുട്ടൻ ചേട്ടൻ. ഇരിക്കൂ. അടുത്തതായി സംഗതികൾക്ക് പുതിയ മാനം കൽപ്പിച്ച സംഗീത സംവിധായകൻ ഭരത് സർ. സംഗതികളൊക്കെ വളരെ കുറവാണല്ലോ, എന്നാലും കുഴപ്പമില്ല. സർ, അപ്പോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടാം. ഷൈല കാസേം. അത് പോയി താത്ത. ഇത് ശരിക്കും പറഞ്ഞാലേ വളരെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എന്താ ഈ പേരൊക്കെ മാറ്റി ഷംന കാസിം എന്നൊക്കെ ആക്കിയത്? അത് നമ്മള് പേര് മാറ്റി വേറൊന്നും ആയിട്ടല്ല മോനെ, ഇത്തിരി സ്റ്റൈലായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചാ. ഓ, അതുകൊണ്ടാണല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു പേരല്ലേ മാറ്റിയോളൂ. ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം ബാപ്പാനെ വരെ മാറ്റി പറയണു. ഇടക്കിടക്ക് കോഴി കൊക്കണ ശബ്ദം കേൾക്കണ്ടല്ലോ, അതെവിടുന്നാ? അയ്യോ, ഇത് കോഴി കൊക്കിയതല്ല, ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്കല്ലേ. എന്തിനാവശ്യമില്ലാത്തവർക്ക് കയറി പിടിക്കുന്നേ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത്തൊക്കെ ഇഷ്ടപ്പെട്ട വിനോദം ഏതാ? എനിക്ക് വിനോദിനെ തീരെ ഇഷ്ടമല്ല. വിനോദല്ല ഇത്ത, കളികൾ, ഇഷ്ടപ്പെട്ട കളികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാ. ക്രിക്കറ്റ്? പിന്നെ എനിക്കിഷ്ടം അതല്ല, ടെന്നീസ്. ആര് കാണാൻ? ആ ടെന്നീസിനൊരു പ്രത്യേകത ഉണ്ട്, അറിയില്ലേ? വൃത്തികെട്ട കളി. ഈ സാനിയ മിർസയൊക്കെ കളിക്കുമ്പോ സംഗതികളൊക്കെ പുറത്ത് കാണുകയല്ലേ. അത് മാത്രം, സാനിയ മിർസ കളിക്കുമ്പോ അവള് എവിടെ നിന്നൊക്കെയാ ബോൾ എടുക്കണത്? അതാണ് ഇവിടെന്ന്. എന്റെ മോനെ, ആരെങ്കിലും കാണുവോടാ ഈ ടെന്നീസ് എന്ന് പറഞ്ഞ വൃത്തികെട്ട കളി? കാണാതെ എത്രോരം പേര് കാണുന്നു കളികൾ. അതാ ഈ നിന്നെ പോലെയുള്ളവര് കാണുന്ന വേറെ ഒന്നും ആയിട്ടല്ല. പിന്നെ ആ പെണ്ണിന് ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്നത്. ഈ പെണ്ണുങ്ങളെ, ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിച്ചു നോക്ക്, അപ്പ കാണാൻ കളി. ഒറ്റ മനുഷ്യനുണ്ടാവൂല. ആട് കിടന്നോടത്തി കൂടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ. അത് നിക്കറല്ല, എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജം. ഞാൻ കൊക്കിയതല്ല, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്റെ ശൈലി ഏതെന്നൊക്കെ. എന്ത് രസമല്ലേ ഈ പ്രോഗ്രാം. ഭാര്യ എപ്പോഴും പറയും എന്ത് രസമുള്ള പരിപാടി ഏതെന്ന്. അല്ലേ അണ്ണാച്ചി? എനിക്കറിയില്ല. ഭാര്യനെ വിളിക്കാറുന്നില്ലേ? അല്ല, ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കാറുന്നല്ലോ. എന്തിന്? അല്ല, ഇങ്ങനെ രസമുണ്ടെന്നേ. താത്ത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. താത്ത സാധകം ചെയ്യാറുണ്ടോ? ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എപ്പോ? എൻ്റെ മോൻ്റെ കല്യാണത്തിന്. ഞാനല്ലേ ഫ്രണ്ടിൽ പന്തലിന്റെ മുമ്പിൽ നിന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തത്. ഒരു നാരങ്ങയും ഒരു മുട്ടായും കൊടുത്തു. അയ്യോ, അത് സാധകമല്ല, സ്വാഗതമല്ലേ? അത് ശരി. ഇത് പിന്നെ എന്താ? ഇത് സാധകം. എന്ത് സാധകം? ഇപ്പൊ നമ്മളൊരു പാട്ട് പാടില്ലേ? മനസ്സിലായി. പ്രാക്ടീസ്. അത് പറ. എന്റെ മോനെ, ഇന്ന് രാവിലെ ഞാൻ സുബൈക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തൊള ഈ വട്ടമുണ്ട്. എന്നിട്ട് വാടച്ചപ്പോ ശരി. താത്ത ട്യൂൺ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല, എന്റെ കെട്ടിയോൻ ട്യൂൺ ചെയ്യൂട്ടാ. കെട്ടിയോനോ? പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും. ഞാനില്ലാത്തപ്പോഴാണോ, ഞാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ട്യൂൺ ചെയ്യൂല. അതെങ്ങനെ? അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട്, വാസന്തി എന്നും പറഞ്ഞ്. ആ പെണ്ണ് ഇടക്ക് ട്യൂൺ ചെയ്യണം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചത്. സംഗീതം. സംഗീത അവളുടെ അനിയത്തി, അവളെ ട്യൂൺ ചെയ്യും. എവിടെ പോണേ കോഴി മുട്ടയിട്ടോ നോക്കിയാ കുറെ നേരമായിട്ട് കൊക്കണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്ന് കയറി പിടിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് അതല്ല, കവിതയില്ലേ, കവിത. സംഗീതം, കവിത, അതിനെ പറ്റിയാ പറഞ്ഞത്. ഇപ്പൊ കവിത എന്നല്ല, ഏത് പെണ്ണിനെ എന്റെ കെട്ടിയോൻ ട്യൂൺ ചെയ്യും. ഞാനുണ്ടെങ്കിൽ പേടിയാ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യത്തെ റൗണ്ട് അങ്ങ് ആരംഭിക്കാം. പാട്ടിലേക്ക് കിടക്കാം. അതെ, പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ ശരി. അപ്പൊ നല്ല രസമുള്ളൊരു പാട്ടങ്ങ് തുടങ്ങിക്കും. അതാ തെറ്റല്ലേ മോനെ.
പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. ഓക്കെ, ശരി, പാടിയേക്കാം. എന്നാ പിടിച്ചോ. ആ തുടങ്ങിക്കോ. അങ്ങനെ തടകി മണത്ത നിർത്ത് നിർത്ത്. ഇത് എന്ത് പാട്ടാ ഇത്? മാപ്പിളപ്പാട്ട്. ഇത് മാപ്പിളപ്പാട്ടാണോ? ആ. ഇങ്ങനെയും പാടുവോ? പിന്നെ ഇത് മാപ്പിളപ്പാട്ടല്ലേ? ഇതിലെന്തോ ഉള്ളേ? ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. എന്ത്? മൊത്തം പറഞ്ഞേ ഉള്ളൂ, ഇനി കുറെ കൂടെ ഇപ്പൊ അണ്ണാച്ചി പറഞ്ഞത് താത്ത അണ്ണാച്ചി പറഞ്ഞു മനസ്സിലായോ? നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ട് വേണമെന്നാണ് ഉദ്ദേശിച്ചത്. സംഗതികളുള്ളത്. സംഗതി ഇപ്പൊ വരാൻ പോണതിന് മുമ്പ് നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ല. അല്ല, ഒരു ടെമ്പോ വന്നില്ല. ടെമ്പോ എൻ്റെ മോനെ 650 രൂപയാവും മിനിമം ചാർജ്. ഇതിപ്പോ ഓട്ടോറിക്ഷയിലാകുമ്പോ 46 രൂപയില് കാര്യം കൊക്കണു. കൊക്കണു. ഞാൻ ആദ്യം വന്നപ്പോ മുതൽ പറയുന്ന എന്റെ സംഗതി ഒന്നും കയറി പിടിക്കണ്ടെന്ന് കേട്ടോ. മോനെ അല്ല, എന്തൊക്കെയാ ഈ പറയുന്നേ? വന്നപ്പോ മുതൽ പറയുന്ന ഞാൻ ചിരിച്ചത് തെറ്റായി പോയോ? ഇതെന്തോ ഇത്? ഓ, എന്തോ ഫോൺ വന്നാ മോനെ വൈബ്രേഷൻ. വൈബ്രേഷൻ ഇട്ടായിട്ടോ. ഹലോ, ഒന്ന് കൊക്കല് നിർത്തപ്പെടെ വല്ല വർത്താനം പറയട്ടെ. ഹലോ, ആരാടാ അങ്ങേ തലക്കില്? ആര്? നാസറാ? പറശോന്. ആ അള്ളാണ്, ഞാൻ എടുത്തില്ല മോനെ. എനിക്കെന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കണത്? പറയണ കേട്ടില്ലേ? അല്ല, പറയട്ടെ. ഓണത്തിലിടയ്ക്ക് പുട്ടുകച്ചവടം. അല്ല നിക്ക്, ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ 1500 രൂപ കമ്മീഷൻ എടുക്കണമെന്ന് ഈ നാസർ പറയണു. കൊള്ളാവോ മോനെ? നല്ലൊരു പെരുന്നാളിന് പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ? എന്റെ പൊന്ന് താത്ത, എടുത്തില്ല. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്തേ. ഫോണുണ്ടോ നിങ്ങളുടെ കയ്യില്? ഫോണോ? പൈസ കുറവാട്ടോ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? 2.5 രൂപ ഉണ്ട്. 2.5 രൂപയാ? പടച്ചോനെ, തെണ്ടികളുടെ അടുത്തുണ്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ പൈസ. 9847032424. ആ, ഒന്ന് ഹോൾഡ് ചെയ്യട്ടാ. ഹലോ സുലൈമാനെ, എടാ ഞാൻ ഈ കച്ചവടത്തിൽ 1500 രൂപ കമ്മീഷൻ എടുക്കണമെന്ന് ഇവൻ പറയണു. ആ ദേ, ഞാൻ ഇതിനകത്ത് ഇടപെടാനില്ല. എന്നാ നിങ്ങൾ തമ്മിൽ അയക്കോ. ഇനിയിപ്പോൾ നമ്മൾ കമ്മീഷൻ മേടിച്ചെന്ന് പറയണ്ടല്ലോ. ഇതെന്താ താത്ത ഇങ്ങനെയൊക്കെ ചേർത്ത് വെക്കുന്നത്? അവര് തമ്മിൽ സംസാരിച്ചോട്ടെ. ആ, സംസാരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങ് നീക്കി വെച്ചു കേട്ടോ. താത്ത, നിങ്ങൾ എന്തിനാ ഓണത്തിനൊക്കെ പുട്ടുകച്ചവടം ചെയ്യുന്നേ? ഇത് ഷോ അല്ലേ? ഷോ അറിഞ്ഞോണ്ടിരിക്കല്ലേ? അതിൻ്റെ ഇടയ്ക്കാണോ ഫോൺ ചെയ്യുന്നേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ശരിക്കും ജോലി എന്താ? ജോലി എന്ന് പറഞ്ഞാലേ ഞാൻ പാട്ട് പാടും. പാട്ട് പാടും. അപ്പൊ നിങ്ങൾ എന്തിനാ ഈ പരസ്യചിത്രം അഭിനയിക്കാൻ പോണേ? പരസ്യചിത്രോ? അതൊക്കെ ജീവിച്ചു പോകണ്ടേ? അതിന് വേണ്ടിയിട്ടാ പരസ്യചിത്രത്തിലൊക്കെ അഭിനയിക്കുന്നേ. കണ്ടിട്ടുണ്ടോ ഒരു കശുവണ്ടിയുടെ പരസ്യചിത്രത്തിൽ അഭിനയിച്ചത്? എന്ത് രസമല്ലേ? പിന്നെ കശുവണ്ടിയുടെ പരസ്യചിത്രത്തിൽ നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. ആ പരസ്യചിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല. ഒരു കശുവണ്ടിയുടെ മുഖമല്ലേ? അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.